ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് സുന്ദരമാവിനടുത്തുള്ള മലഞ്ച് എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ വള്ളംകളി നടക്കുന്ന അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു വെള്ളത്തിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ ഈ കാണുന്നുണ്ടോ, ഇത് ആ കാണുന്ന വെള്ളം അക്കരെ ഇക്കരെ കടത്ത് വെള്ളമാണ്. ബൈക്കും അതും ഇതെല്ലാം കയറ്റി പോകുന്നതാണ്. ഞാൻ വന്നപ്പോഴത്തേനും ഇവിടെ വള്ളംകളി മത്സരമൊക്കെ പാതിയായെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടുന്ന് വരുമ്പോഴേ അവർ വിളിക്കുന്നുണ്ടായിരുന്നു, എവിടെയായി. പക്ഷേ ഇച്ചിരി ലേറ്റായിപ്പോയി. എങ്കിലും ബാക്കിയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ അറിയാൻ കഴിഞ്ഞത് വിശ്വകർമ്മ പൂജയോടനുബന്ധിച്ചാണ് ഇവിടെ ഈ വള്ളംകളി മേളയും നടക്കുന്നുണ്ട്. ഇതിനോട് ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ഇതാണെന്നാണ്, വള്ളംകളി ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഭയങ്കര ചൂടാണല്ലോ, ഇത് കാരണം നല്ല ചൂടുണ്ട്. അപ്പം ഇവിടെ 4 വള്ളങ്ങളാണ് മത്സര ഇതിലുള്ളത്. ആ 4 വള്ളം ചെറിയ വള്ളങ്ങളാണ് എന്നാണ് പറഞ്ഞത്. 10-30 പേര് കയറി തുഴഞ്ഞ് പോകുന്ന ഒരു മത്സര രീതിയാണ് ഇവിടെ ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ കാണുമ്പോൾ ഒന്നുകൂടി കൂടുതൽ മനസ്സിലാവും. ഓരോ വള്ളങ്ങളിലും ഇവിടെ ആൾക്കാർ, എല്ലാ ബോട്ടും വള്ളവും എല്ലാം ഉണ്ട്. എല്ലാത്തിലും ഭയങ്കര ആൾക്കാരാണ്. പിന്നെ വിശ്വകർമ്മ പൂജയോടനുബന്ധിച്ച് ഇതിൻ്റെ നിമാഞ്ജനം നടക്കുന്ന, ഇത് കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു ഇതോടെയാണ്. അപ്പം ചില ബോട്ടുകളിലൊക്കെ വിശ്വകർമ്മ പൂജയുടെ വിശ്വകർമ്മനെ വെച്ചിട്ടുണ്ട്, അത് നിമഞ്ജനം ചെയ്യാൻ വേണ്ടി. ഇതാണ് ഫിനിഷിംഗ് പോയിൻ്റ്. ഇത് ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. വേണ്ട, ഒരു വെള്ളം ഒന്ന് ഇടിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞ് തള്ളി വിടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. മത്സരം തുടങ്ങാറായും തോന്നുന്നു. അടുത്ത വെള്ളം ഇത് കാണുന്നുണ്ട്. എല്ലായിടത്തും നല്ല എല്ലായിടത്തും തിരക്കാണ്. നല്ല ഇത് ഇന്ത്യൻ പതാകയൊക്കെ വെച്ച് പോകുന്നുണ്ട്. വേറൊരു ഇതാണ്, ബോട്ടാണ്. ബോട്ടും വള്ളങ്ങളും, ഇവിടുത്തെ വള്ളം എന്ന് പറയുന്ന ബോട്ട് പോലെ തന്നെ ഭയങ്കര ഇതാണ്. വലിയ വള്ളങ്ങളാണ്. നല്ല ഇരുകരകളിലും നല്ല ആൾക്കാരുണ്ട്. അത് വള്ളംകളി തുടങ്ങാൻ തോന്നും. മത്സരം ആരംഭിക്കാം പോകുന്നു. നോക്കാം നമുക്ക്. തുടങ്ങി അടുത്ത മത്സരം കണ്ടോ. ഇതുപോലെ ചെറിയ വള്ളങ്ങളാണ്. അധികം പേരൊന്നും ഇല്ല, 30 പേര് പോലും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതൊക്കെ ഉണ്ട് ഈ ബോട്ടിൽ. അവരാണ് തൊട്ട് പുറകെ പോകുന്നത്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടും ഉണ്ടാവും. നമ്മളൊക്കെ ബാക്ക് സൈഡിലായിട്ട് പുറകെ വന്നാൽ മതി. അതുകൊണ്ട് ശരിയായിട്ട രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെയാണ് അത്രയും. ഇവിടെ നല്ല വീതിയുള്ള നദിയാണ്, അതുകൊണ്ട് കണ്ടോ. ഇത് അവസാനം ഇതാണ്, ഫിനിഷാണ് കേട്ടോ. ഫിനിഷാന്നാവണം പറഞ്ഞ് കേട്ടത്. ഇത് കഴിഞ്ഞ് നമുക്ക് എനിക്കും പോകണം. ഇവിടുന്ന് വണ്ടിയൊക്കെ കിട്ടുമെന്ന് അറിയില്ല, നോക്കാം എന്തായാലും. ഫിനിഷിംഗ് പോയിന്റിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ജനപ്രവാഹമുണ്ട്, നല്ല ഇതാണ്, തിരക്കൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മുടെ അവിടുത്തെ ആവേശം പോലൊന്നും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. അപ്പം എനിക്കിനി ഇവിടുന്ന് നല്ല തിരക്കുണ്ട്, ഇവിടുന്ന് വണ്ടി കയറി പോകണം.
അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഓക്കെ, ഗുഡ് നൈറ്റ്.